ഓ അതെ 9 മണിക്ക് രാഹുകാലം തീരും. അത് തീർന്ന അപ്പൊ പോണം. 9 മണി ആയി എന്നാ പോവാൻ നോക്ക്. അതെ ഇതും കൂടി വെക്ക്. ഔ ഇനി എന്താണ് കെട്ടിപ്പോയി കൊണ്ടുവരുന്നത് നിങ്ങള്? ഇത് നിനക്ക് ഇഷ്ടമുള്ള ഇരുമ്പുളി അച്ചാറാടാ. അയ്യേ ഇതൊന്നും വേണ്ട അച്ഛാ, ഇതൊക്കെ അവിടെ കിട്ടുമല്ലോ. ഇരുമ്പാമ്പുളി അച്ചാർ എവിടുന്നാണ് അവിടെ കിട്ടുന്നത്? മേടിച്ച് വെക്കുന്നത്. അതില്ലാതെ അവന് ചോറൊന്നുമില്ല. വർത്താനം പറയണേ. അമ്മ അതിനകത്ത് കാച്ചിയ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും തല നിറച്ച് എണ്ണയിട്ട് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി പോരരുത്. നല്ലപോലെ തല തോർത്തണം. ഈ കള്ളിയിൽ അമ്മ രാസനാദിപ്പൊടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അത് നെറിയിലിട്ട് തിരുമണം. വെള്ളം മാറി കുളിച്ചിട്ട് ഇനി പനി വരുത്തി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ പറയണേ. എന്താ അമ്മ അത്? നീ തോർത്ത് വെച്ചിട്ടുണ്ടല്ലേ? അയ്യോ തോർത്തു വെച്ചിട്ടില്ല. തോർത്തില്ലടാ. എന്റെ പൊന്നു മോനെ പോണ വഴിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. അവൻ മറക്കും. ഞാൻ ഓർമ്മിപ്പിക്കാന്ന്. നോക്ക് കുട്ടികളോട് പറയണ മാതിരിയാണ് ഈ പറയുന്നത്. അല്ലാണ്ട് എന്താണ് അവരുടെ കുട്ടി തന്നെയാണ് നിങ്ങള്. ആറ്റു നോറ്റ് കിട്ടിയിട്ടുള്ള ഒരു പണിയാണ്. നീ പോയിട്ട് ജോയിൻ ചെയ്ത് അപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയണം. ഓ ഞാൻ അവിടെ ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പ അച്ഛനെ വിളിക്കാം. അത് നടക്കും തോന്നിയില്ല കേട്ടോ. എന്താണ് ആ കമ്പനിയുടെ ഓർഡർ എന്താ അറിയോ? അവരുടെ ഓഫീസിൽ കേറുമ്പോ തന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണമെന്നാണ്. ഓ ശരിയാണ്. എടാ കൊച്ചേ, നീ പോസ്റ്റിംഗ് ഓർഡർ എടുത്തു വെച്ചോ? അയ്യോ അതെടുത്തില്ല. എടുക്ക നിങ്ങള് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാതെ. അതന്നെയാണ് മറ്റേ കുഴപ്പം. അതുകൊണ്ട് എപ്പോഴും ഒരാൾ വേണം കൂടെ. അതെ ആ വണ്ടിക്ക് എണ്ണടിക്കാനുള്ള കാശ് കൂടി എടുത്തോ. അത് നമ്മുടെ കരാറിലില്ല കേട്ടോ. എന്ത്? അല്ല അത് നമ്മുടെ കരാറിലില്ല. വണ്ടിയൊക്കെ നീ ഓടിക്കണം. വണ്ടി ഞാൻ ഓടിക്കാം. വണ്ടി ഞാൻ എടുക്കാം. അതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഓടാൻ പറ്റുമോ? വേണ്ട, വണ്ടിയിൽ എന്താ ഒഴിച്ചിട്ട് ഓടിച്ചാ അത് ഓടിച്ചോ. എന്താ എന്റെ ശീതള, അവന്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. നല്ല കാര്യമായിട്ടുണ്ട്. ഈ ജാതി കുറച്ച് കൂട്ടുകാരുണ്ടായാൽ മതി കുത്തുവാള എടുക്കാൻ. പിന്നെ പോണ വഴിക്കേ തൃക്കളത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞിട്ട് തൊഴുതിട്ട് പോണം. പണ്ടാരത്തിന് പൈസ ഇടണം. ഓ ഇടാ. ഭഗവതിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? പിന്നെ അതൊക്കെ എന്റെ കയ്യിലുണ്ടോ. ഓ നന്നായി. അപ്പൊ ഭഗവതിയുടെ കാശും പോയി, എന്റെ എണ്ണയുടെ കാശും പോയി. അല്ല അച്ഛനൊക്കെ വലിയ പിശുക്കനാണ് മകനെ. ഞാൻ എന്ത് പിശുക്കനാന്നോ നീ പറഞ്ഞു? ആവശ്യത്തിനൊക്കെ ഞാൻ കാശ് ചെലവാക്കാറുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ അച്ഛോ. എന്റെ പൊന്നു മോനെ, എല്ലാ ദിവസവും രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ചായ കുടിക്കാൻ വേണ്ടിട്ട്. കൃത്യം 7 കൈ പിടിക്കുള്ളൂ. അതിൽ കൂടുതൽ എടുക്കൂല. എന്നിട്ട് അത് ചെലവാക്കൂല. അത് കൈ തന്നെ പിടിച്ചേക്കും. ആരെങ്കിലും പരിചയക്കാര് വരുന്നത് വരെ അവിടെ കുത്തിരിക്കും. എന്നിട്ട് അവരുടെ പോക്കറ്റിൽ നിന്നുള്ള കാശും കൊണ്ടിട്ട് ചായയും കുടിച്ച് ഇങ്ങ് പോരും. 7 അനക്കൂല കേട്ടോ. അത് കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്. വെറുതെ പറയാൻ കേട്ടോ. ചില ദിവസം ഞാൻ അവർക്ക് ചായ മേടിച്ചു കൊടുക്കാറുണ്ട്. എന്ന് കൊല്ലങ്ങളായിട്ട് ആ 7 കൈ പിടിച്ചിട്ടുണ്ടാവും. അത് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ട് ഇറങ്ങാൻ നോക്ക്. എടുക്കാതെ വലിയ ബാഗ് ഞാൻ എടുക്കാം. നിങ്ങൾ ഈ ചെറിയ ബാഗ് എടുക്കാം. അതെ നേരത്തിനും കാലത്തിനൊക്കെ ഭക്ഷണം കഴിച്ചോളൂ കേട്ടാ. ഓ അതൊക്കെ കഴിക്കും.